പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 2-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. 103-ാം സങ്കീർത്തനം പറയുന്നു, മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ പ്രഭാതത്തിൽ കരമുയർത്തി പറ, എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലോട് പറഞ്ഞ്, എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മെ ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവ്, നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന കർത്താവ്, സന്തോഷത്തോടെ സ്തോത്രം ചെയ്താൽ കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ മാസത്തിൻ്റെ 2-ാമത്തെ ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവരവരായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകണം, പ്രത്യേക പ്രൊവിഷൻസ് ഉണ്ടാകണം, കർത്താവിൻ്റെ പ്രത്യേക കരുതലുണ്ടാകണം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അങ്ങ് മതിയായ ദൈവമാണ്. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. തൻ്റെ കുഞ്ഞുങ്ങളെ കരുതുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ കൃപ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. പാരമ്പര്യമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചില രോഗത്തിൻ്റെ ശക്തികൾ ഈ പ്രഭാതത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആമേൻ. അപ്പച്ചനുണ്ടായിരുന്നു, അമ്മച്ചിക്കുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നു, അപ്പനുണ്ടായിരുന്നു. ആ രോഗങ്ങൾ പിന്തുടർന്ന് വരുന്നത് യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്കായി പോകട്ടെ. ആമേൻ ആമേൻ ആമേൻ. എല്ലാ ശാപത്തിൻ്റെ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ ആമേൻ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പഠിത്തത്തിൽ കർത്താവിൻ്റെ പ്രത്യേക കരുതൽ ഉണ്ടാകണമേ. ദൈവിക ജ്ഞാനവും ദൈവിക ബുദ്ധിയും പരിജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ കരുതൽ അവരുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് സ്കൂൾ ഫീസ്, കോളേജ് ഫീസൊക്കെ അടയ്ക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതം കരുതലുണ്ടാകട്ടെ. കർത്താവിൻ്റെ കരുതലിൻ്റെ കരം കാണുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവ് വീടിൻ്റെ വാടക കൊടുക്കുവാൻ, ലോൺ അടയ്ക്കുവാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടെയും ദൈവിക കരുതൽ ഈ ദിവസങ്ങളിൽ കാണുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ജോലിയെ അനുഗ്രഹിക്കുന്നു, അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ, ദൈവിക അത്ഭുതം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ വീടിൻ്റെ പണി ആരംഭിച്ചു, അവൻ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ, നാളുകളായി ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ഇടപെടലുകൾ, ദൈവിക ആരംഭങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരംഭിച്ചത് പൂർത്തീകരിപ്പിക്കുന്ന ദൈവം അങ്ങാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള സകല ആവശ്യങ്ങളിലും ഇന്ന് കർത്താവിൻ്റെ കരം പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ അപ്രൂവലുകൾ ഉണ്ടാകട്ടെ, ദൈവിക അപ്രൂവലുകൾ ഉണ്ടാകട്ടെ. ആമേൻ. ദൈവിക അപ്രൂവലുകൾ ഉണ്ടാകട്ടെ. കർത്താവെ പ്രത്യേകിച്ച് വിസ റിലേറ്റഡ് ഇഷ്യൂസ്, PR റിലേറ്റഡ് ഇഷ്യൂസിൽ യേശുവിൻ്റെ നാമത്തിൽ ചില മിറക്കിൾസ് ഇന്ന് നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യുന്ന കർത്താവ്, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷയിലായിരിക്കുന്നവരെ മാനിക്കണമേ, ഒരു വലിയ ഉണർവിന് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞ് ആമേൻ. കർത്താവ് ഇന്നലെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷെ നാളെ രാവിലെ ഇന്ത്യൻ സമയം രാവിലെ നമുക്ക് 8 മണി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സഭായോഗം ആരംഭിക്കും.
പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. ഇന്ത്യയിലെ സമയം 8 മണിയോടുകൂടെ അല്ലെങ്കിൽ 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ന് പകൽക്കാലം സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അമ്മേ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഈ മാസത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ദൂത് ഇന്നലെ പറഞ്ഞ ദൂതാണ്. അത് നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ട് കേൾക്കാം. സങ്കീർത്തനം 66:12 പരിശുദ്ധാത്മാവ് ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന വാക്യം. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് ഈ മാസം ദൈവമക്കൾക്ക് ഒത്തിരി സാക്ഷ്യങ്ങളുള്ള മാസമായിരിക്കും. ദാവീദ് പറയാം, എങ്കിലും അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, ആമേൻ, പല പ്രയാസങ്ങളിലൂടെ കടന്നുപോയി, ആമേൻ, ഹല്ലേലൂയ. എങ്കിലും കർത്താവ് എന്ത് ചെയ്തു? ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവെഴുത്തുകളിലൂടെ ഉടനീളം ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോഴെല്ലാം തൻ്റെ ഇടപെടൽ ആവശ്യമായ സാഹചര്യങ്ങൾ അവൻ അനുവദിച്ചു. അതായത് ദൈവിക ഇടപെടലുകൾ ഉണ്ടായി. സാക്ഷ്യങ്ങളെന്ന് പറയുന്നത് ദൈവം ജീവിച്ചിരിക്കുന്നു എന്നും ദൈവം വിശ്വസ്തനാണെന്നും ദൈവം ഇപ്പോഴും തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം ദൈവം ജീവിച്ചിരിക്കുന്നു എന്നും ദൈവം വിശ്വസ്തനാണെന്നും ദൈവം ഇപ്പോഴും തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. ആമേൻ. സാക്ഷ്യമെന്നത് ദൈവത്തിൻ്റെ അദൃശ്യകരത്തിൻ്റെ ദൃശ്യമായ തെളിവാണ് സാക്ഷ്യം. അപ്പോൾ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പോലും കർത്താവ് എന്നാ ചെയ്യും? ഏതവസ്ഥയിലും ദൈവം അത്ഭുതം ചെയ്യാൻ മതിയായവനാണ്. അവൻ എത്ര പ്രതിസന്ധികളുടെ നടുവിലും, അവൻ എത്ര ഗ്ലോബലി എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും അതിൻ്റെ നടുവിലും കർത്താവ് തൻ്റെ ജനത്തെ ഒരുക്കും. എന്തിനെ? തൻ്റെ കരം ആമേൻ പ്രവർത്തിക്കുന്നത് കാണിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പോലും ദൈവം എന്ത് ചെയ്യും? ആമേൻ സാക്ഷ്യങ്ങളെ ഉയർത്തും, സാക്ഷികളെ ഉയർത്തും. അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വെളിപ്പെടുത്തുന്ന സാക്ഷികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവരാജ്യം മുന്നേറുന്ന തന്നെ സാക്ഷികളുള്ളത് കൊണ്ടാണ്. അപ്പം ഈ മാസം കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ ഓരോരുത്തരെയും അത്ഭുത ടെസ്റ്റ് മണീസാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് എന്ത് ചെയ്യും? ആമേൻ വെളിപ്പെടുത്തും. ഈ 66 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞങ്ങൾ തീയിലൂടെയും വെള്ളത്തിലൂടെയും കടന്നുപോയി, പക്ഷേ ദൈവം എന്ത് ചെയ്തു? ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. തീ കാണിക്കുന്നതോ തീവ്രമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. വെള്ളം അതിശക്തമായ സാഹചര്യങ്ങളെ കാണിക്കുന്നു. തീ കത്തിക്കാൻ കഴിയും, വെള്ളത്തിൽ നമ്മളെ മുക്കി കഴിയാൻ കഴിയും. മാനുഷികമായി പറഞ്ഞാൽ രണ്ടും നശിപ്പിക്കുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുക, ഞാൻ കടന്നുപോയി, പക്ഷെ ദൈവം എന്നെ എന്ത് ചെയ്തു? അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ദൈവം അതിനകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. സാഹചര്യങ്ങൾ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, സാഹചര്യങ്ങൾ പറഞ്ഞു അത് പ്രയാസമാണ്, താമസമാണ്, എല്ലാം ഹോൾഡാണ്, എല്ലാം ഡിലേ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് നടുവിൽ എന്ത് ചെയ്തു? ദൈവം പറയുക, ആമേൻ, അത്ഭുതമായി ആമേൻ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ആമേൻ. എന്തിനു വേണ്ടി ഈ സാക്ഷ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്നത്? ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ദൈവം ഇപ്പോഴും സംസാരിക്കുന്നു, ദൈവം ഇപ്പോഴും ഇടപെടുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് സാക്ഷ്യങ്ങളെ കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. നമുക്ക് ചുറ്റും നമ്മൾ പലത് കേൾക്കും, പലത് കാണും, പലതറിയും, പക്ഷേ അതൊന്നും കണ്ട് വിഷമിക്കില്ല. കാരണം കർത്താവ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ഇതിൻ്റെ നടുവിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കാരണം നമ്മുടെ വിശ്വാസത്തെ കെടുത്തുന്നതായ, നമ്മുടെ വിശ്വാസത്തെ സംശയിപ്പിക്കുന്നതായ പലതും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ കേട്ടും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. നമ്മൾ പറയണം, ഇല്ല, കർത്താവ് ഞങ്ങളെ ഇതിനകത്ത് ഒരു അത്ഭുതമാക്കും, കർത്താവ് ഇതിനകത്ത് ഞങ്ങളെ ഒരു സാക്ഷിയാക്കും. ബാലസിംഹങ്ങൾക്ക് ഇട കിട്ടിയില്ലേലും യഹോവയെ അന്വേഷിക്കുന്ന ഞങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതും, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കും എന്ന് തന്നെ നമ്മുടെ അധരത്തിൽ നിന്ന് പറയണം. നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ടെസ്റ്റ് മണി അറ്റ്മോസ്ഫിയറിലായിരിക്കണം ജീവിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന വാക്കുകൾ. ഒരു ടെസ്റ്റ് മണി അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. നമ്മുടെ വീടിനകത്താണെങ്കിലും ഇല്ലായ്മകളെക്കുറിച്ച് പറയാതെ, പ്രശ്നങ്ങളെക്കുറിച്ച് പറയാതെ നമ്മൾ പറയണം, കർത്താവ് ഉണ്ടോ, കർത്താവ് അത്ഭുതം ചെയ്യും, ദൈവിക ഇടപെടൽ നടക്കും. കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളതിനായിട്ട് സ്തോത്രം. പാറയ്ക്കകത്ത് നമുക്ക് വേണ്ടി വെള്ളം ഒരുക്കി വെച്ചിട്ടുള്ളതിനായിട്ട് സ്തോത്രം. ആകാശം നിറച്ച് നമുക്ക് വേണ്ടി മന്ന നിറച്ചു വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ ദിവസം എന്ത് ചെയ്യണം? പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണം. അത്ഭുതങ്ങൾ കാണുന്നതിന് മുമ്പിൽ ഒരു ചലഞ്ച് വരുമ്പോൾ ആ ചലഞ്ചിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് ദൈവം അത്ഭുതം ചെയ്യുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം. കർത്താവ് തരുന്ന ഇൻസ്ട്രക്ഷൻസിനെ അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ പുറമേ നിന്ന് കേൾക്കുന്നത് ശ്രദ്ധിക്കണം. അനാവശ്യമായ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ മനസ്സിനെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ വിശ്വാസം തരുന്നത് മാത്രം കേൾക്കുക. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടെ പറയുക. അനാവശ്യമായ വാക്കുകൾ ഒഴിവാക്കുക. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഒഴിവാക്കുക. അനാവശ്യമായ ഡിസ്കഷനുകൾക്ക് പോകാതിരിക്കുക. അതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക.
ആമേൻ ഔദാര്യ മനസ്സുള്ളവരായി മാറുക. ഈ പ്രയാസങ്ങളുടെയൊക്കെ നടുവിലാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ഔദാര്യം കാണിക്കുന്നവരായിരിക്കും. ആമേൻ. അതുപോലെ ഒരു ബുക്ക് എടുക്കുക. ആമേൻ. എന്നിട്ട് ദൈവം ചെയ്ത ചെറുതും വലുതുമായ ഉപകാരങ്ങളെ ഓരോന്നോരോന്നായി നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന ചെറിയ അത്ഭുതമായിരിക്കും, വലിയ അത്ഭുതമായിരിക്കും. അതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. താഴ്മയോടെ നടക്കുക. അപ്പം ഈ മാസം എന്ത് ചെയ്യും? നിങ്ങൾ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിട വരും കേട്ടോ. ഈ മാസത്തിന് പ്രത്യേകത എന്തോ? ദിസ് ഇസ് എ മന്ത് ഓഫ് ടെസ്റ്റിമണി. അത്ഭുതകരമായ സാക്ഷ്യങ്ങളിൽ കർത്താവ് നമ്മളെ നടത്തും. ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടിയില്ലെങ്കിൽ കർത്താവിനെ അന്വേഷിക്കുന്ന നമുക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. കർത്താവിൻ്റെ വചനത്തിൽ എന്നാ പറഞ്ഞു? എങ്കിലും കർത്താവ് നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ധൈര്യമായിട്ട് കരമുയർത്തി പറ, ഇതെൻ്റെ സാക്ഷ്യത്തിൻ്റെ മാസമായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ട് പറ, ആമേൻ. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.